ഒരു കൊല്ലം. എനിക്ക് പരിശോധിക്കട്ടെ. ഒന്ന് വേവാകട്ടെ. പുറത്ത് വേറെ ഇന്റർവ്യൂകൾ കാത്തിരിക്കുന്നു. ദിവസവും 4 മണിക്കൂർ ഈ മരുന്ന് ഇടവിട്ട് ഉരുവിട്ടോണ്ടിരിക്കുക. ഓ അല്ല, കഴിച്ചോണ്ടിരിക്കുക. എന്താ മിനി ഇവിടെ? വരൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, യു ക്യാരി ഓൺ. മീറ്റ് മിസ് അനു, എന്റെ കൂട്ടുകാരിയാണ്. ഹീസ് മൈ ബോയ് ഫ്രണ്ട്. ഹലോ. ഹായ്. രാജേട്ടന് ഒരു സഹായം ചെയ്യണം. വെൽക്കം. എന്ത് വേണം പറഞ്ഞാട്ടെ. ജൂഡോ പഠിക്കണോ, കരാട്ടെ പഠിക്കണോ? അല്ലല്ല, ഒരാളെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുതരണം. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ഓക്കെ, ഡൺ. അയ്യോ, ഏതെങ്കിലും ഒരാളെ അല്ല. പിന്നെ ആ രവി അറിയില്ലേ? ഏത് രവി? അനുവിന്റെ കോളേജിൽ പഠിക്കുന്ന രവി. ഓ, ആ അരപ്പോക്കരി. അവൻ നിങ്ങൾ വല്ലതും ഉപദ്രവിച്ചു? എങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുവന്ന് തരുന്നത്? കാണുന്നിടത്ത് വെച്ച് കയ്യും കാലും തെല്ലിടിച്ച് കളയാൻ പോരെ? അയ്യോ, അതൊന്നും വേണ്ട. അയാൾ അനുവിന്റെ ലവറാണ്. ഓ, ചേട്ടൻ ഇപ്പൊ അയാളെ പിടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. എവിടെ എത്തിക്കണം? എവിടെ എത്തിക്കണം മിനി? ലവ് ചെയ്യാനില്ലേ? അതിന് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. മിനി, നമ്മൾ ഡെയിലി മീറ്റ് ചെയ്ത് സംസാരിക്കാറില്ലേ? കറക്റ്റ്. ഡാൻസ് സൈറ്റിൽ ആ റിവർ സൈഡ് കൊണ്ടുവന്നാ മതി. വൈകിട്ട് അല്ലേ അനു? ഞങ്ങൾ അവിടെ കാത്തിരിക്കാം. ഹലോ മിസ്റ്റർ. ഹലോ, ചരയിലേക്ക് കയറി വരണം. ഞാൻ കുളിക്കുകയാണ്. എന്താ കാര്യം എന്ന് പറയണം. അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ലെറ്റ്സ് ഗോ. എവിടെയാണ്? എന്താ കാര്യം? നിങ്ങളുടെ ലവർ നിങ്ങളൊരിടത്ത് കാത്തിരിക്കുന്നു. എന്റെ ലവറോ? എനിക്ക് ലവറില്ലല്ലോ. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. നിങ്ങളല്ലേ രവി, പാച്ചുവിന്റെ മകൻ? അതെ, ഞാൻ തന്നെ. എന്നാ നിങ്ങളെ തന്നെ ആ പെണ്ണ് കാത്തിരിക്കുന്നു. കമോൺ, ലെറ്റ്സ് ഗോ. ചുമ്മാ ബോറടിക്കാതെ പോണം മിസ്റ്റർ. Well done, well done. Come, let's go. That's a good punch.
എന്താ എന്താ ഇത്? എന്ത് പറ്റി? എന്ത് പറ്റി? ഹേയ്, ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നത്? വരാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഒരു ചെറിയ മർമ്മപ്രയോഗം നടത്തേണ്ടി വന്നു, അത്രേ ഉള്ളൂ. സൈറ്റ് കോണർ. ഇനി അല്പം വെള്ളമെടുത്ത് മുഖത്ത് തെളിച്ചോ. എഴുന്നേറ്റിരിക്കും. കമോൺ മിനി, ലെറ്റ്സ് ഗോ. അയ്യോ, മിനി അവിടെ നിൽക്കട്ടെ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല വെച്ച് ഞങ്ങൾ കാറിലിരിക്കാം. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഉറക്കെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്താം. ഓക്കെ? അനു വിളിക്കണേ. ഓ, ഇതെല്ലാം നിന്റെ പരിപാടിയായിരുന്നു അല്ലേ? രവിയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് വരാതിരുന്നുകൊണ്ടാ. അത് നാമെ പിടിച്ചിട്ടുണ്ടായിരുന്നവരെ കുളത്തിനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുളത്തുനിന്ന് പിടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ല, കൂട്ടിക്കൊണ്ട് വരാനേ പറഞ്ഞുള്ളൂ. ദേഷ്യപ്പെടരുത്, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. പ്ലീസ് പ്ലീസ് എക്സ്ക്യൂസ് മീ. രവി പറഞ്ഞതുപോലെ സ്നേഹം, ദയ, സഹാനുഭൂതി എല്ലാം എനിക്ക് വന്നു കഴിഞ്ഞു. അത് ഞാൻ എന്ത് വേണം? പ്ലീസ് ലവ് മീ. ഐ ലവ് യു. ഐ ഹേറ്റ് യു. രവി, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. I love you, I love you, I love you. Oh Ravi, I love you with all my heart. പ്രകാശമായി നിറയൂ. I love you, I love you. Oh lovely, what a fun experience. Darling, I love you. Oh, sweet. അനു, I love you. മോളെ അനു, നീ എന്താ പിച്ചുമ്പേയും പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? ഓ ദൈവമേ, തല തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. എടാ സർക്കിളെ, ജാനകി, ശിവദാസ. അയ്യോ അച്ഛാ, എന്തിനാ അവരെ വിളിക്കുന്നത്? മോളെ നീ അവിടെ അടങ്ങി കിടക്ക. ശിവദാസ, നീ ഒന്നിങ്ങ് ഓടി വാടാ. അച്ഛൻ എന്നെ വിളിച്ചോ? സർക്കിളേട്ടൻ സിനിമയ്ക്ക് പോയി. മോനെ അനുവിന് എന്തോ അസുഖം, വിറയ്ക്കുന്നു, പിച്ചുമ്പേയും അയ്യോ, പറയുന്നു. അച്ഛാ. അവിടെ കിടക്കടി. മോനൊന്ന് പരിശോധിച്ചു. എന്താണ് അസുഖം? എടാ അത് പരിശോധിച്ചാലല്ലേ അറിയാവൂ. അച്ഛാ, എനിക്ക് അവിടെ കിടക്കാൻ. അസുഖമൊന്നും ഇല്ല. നീ എടാ എടാ നിന്നെ എനിക്കല്ലേ അറിയാവോ. നീ പരിശോധിച്ചാൽ ഇല്ലാത്ത സുഖം ഉണ്ടാവും. ഞാൻ ചീർത്താക്കി അവിടെ കിടക്കാൻ. നീ ഒന്ന് അനങ്ങാതെ പിടിച്ചോ. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും മോനെ. അച്ഛാ, ഡോക്ടർ വേണ്ട. എനിക്കൊരു അസുഖമില്ല. പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ചേട്ടൻ സ്വപ്നം കാണാറില്ലേ? സുശീലേ? ഏയ്, പേടിക്കണ്ട, സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഉവ്വ്. എങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സുശീലേ? ആ, അല്ല, പിന്നെ അവളുടെ ബ്രദറിനെ. എന്ത്? We are in love. ഇതും കൂടി അച്ഛനറിഞ്ഞാൽ? എന്താണ്? അച്ഛൻ അറിഞ്ഞാൽ എന്താ, കൊന്നുകളയുവോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. ദൈവമേ, അത്രയ്ക്ക് അപകടം പിടിച്ച കേസാണോ? സ്വല്പം അപകടം പിടിച്ച കേസാണ് അച്ഛൻ. ഒരു അപകടമല്ല അച്ഛാ, ചേട്ടൻ വെറുതെ പറയാണ്. അതെ അതെ. എന്താ അതെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചോ? പിടിച്ചു. എന്നൊന്ന് പറഞ്ഞ് തൊലക്കടാ മോനെ. അച്ഛാ, ഇവക്ക് ലവ് ലെവൻജൈറ്റിസ്. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി മോനെ. ഇത് മറ്റു വല്ല അസുഖമാണോ? സാരമില്ല അച്ഛാ, അച്ഛൻ പോയി റെസ്റ്റ് എടുത്തോളൂ. സ്വപ്നം കാണാതെ കിടന്ന് ഉറങ്ങിയാ മതി. സ്വപ്നം? ആ,
എന്നാ നീ സ്വപ്നം കാണാതിരിക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുക്ക്. മോളെ, നീ സ്വപ്നം കാണാതെ കിടന്നുറങ്ങിക്കോ. എന്നാലും നിന്റെ ഒരു ചങ്കുറ്റം പെണ്ണെ, ഇനിയിപ്പോഴെന്താ ചെയ്യാ? ഡോണ്ട് വറി, എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഹലോ ഹലോ. Ravi, did you remember that movie you just that beautiful, wonderful love story in Sophia Loren and Anthony Quinn? Oh my God, beautiful love story. ഇങ്ങനെ തറച്ച് നോക്കുന്നത് അല്ല, ചീരിയും പാമ്പൊന്ന് ഇങ്ങനെ ചങ്ങാതിമാരായത്? അതോ രസമുള്ളൊരു കഥയാണ്. അനു പറയട്ടെ. ഓ ഓ ഓ, അപ്പൊ കഥ അപ്പട്ടം വരെ എത്തിയോ? അനു, വല്യച്ഛൻ അറിഞ്ഞാൽ തുമ്മി തെറിപ്പിച്ചു കളയും. ഇക്കാര്യത്തിൽ അച്ഛനുമായി ഞാൻ തെറ്റേണ്ടി വരും. എന്നാ ഈ കേസ് കൈകാര്യം ചെയ്യാൻ എനിക്ക് എളുപ്പമായി. എങ്ങനെ എങ്ങനെ? അനു കച്ചി മാറിയില്ലേ? രവി, നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു. ഇനി രവിയുടെ അമ്മയെ ഇലക്ഷനിൽ ജയിപ്പിക്കലായിരിക്കണം നമ്മുടെ അടുത്ത പരിപാടി. അതാണ് ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ്. അതിന് ബുദ്ധിയുണ്ട്. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഏറ്റു. ഗുഡ്. എന്നാൽ സുശീലെ ശിവദാസനെ കൂടെ നമുക്ക് വിളിക്കാം. ഓക്കെ ഓക്കെ, ഇതോടെ കഴിച്ചോളൂ. താങ്ക് യു. കഴിക്കല്ലേ, കഴിക്കട്ടാ. തവളയാണ് നമ്മുടെ ചിഹ്നം. തവളയെ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് ഞാനിതാ വിരമിക്കുന്നു. പ്രിയങ്കരനായ മുത്തങ്ങാക്കുഴി നിങ്ങളോട് സംസാരിക്കുന്നതായി. വേണ്ട, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥി ശിവരാമന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേവലം ചാട്ടിയും തവിയുമായി വോട്ടിന് വേണ്ടി പിച്ചെടുക്കുന്ന എന്റെ ശത്രു മീനാക്ഷിയെ നമ്മളെല്ലാവരും കൂടി തോൽപ്പിക്കണം. ജന ആധിപത്യമാണല്ലോ ഈ നാട്ടിൽ. പൊതുജനങ്ങളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 1960 ഇവിടെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? അതും പോട്ടെ, 1971 ഇവിടെ എന്ത് സംഭവിച്ചു? അതും പോട്ടെ, 1982 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്ത് സംഭവിക്കും? സോടാ നിർത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും, വിലയേറിയ ഓരോ വോട്ടും നമ്മളുടെ ചിഹ്നമായ തവളപ്പെട്ടിയിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുന്നു. നമ്മുടെ ജില്ല, നമ്മുടെ ജില്ല, എന്താണ് ഈ തവള? ആരാണ് ഈ തവള? നാട്ടുകാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തവള വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. എന്ന് വെച്ചാൽ സമയ സന്ദർഭം നോക്കി കാല് മാറുമെന്ന്. വെള്ളത്തിൽ നിന്ന് കരയിലേക്ക്, കരയിൽ നിന്ന് വെള്ളത്തിലേക്ക്. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടി. അത് തന്നെയാണ് നമ്മുടെ കൊപ്പള ഗോപാലന്റെ സ്ഥാനാർത്ഥി. ഈ പാവങ്ങൾ കഞ്ഞു കുടിക്കുന്ന ചട്ടിയും തവിയുമാണ്. ജനമുന്നേറ്റം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ മുന്നേറ്റമാണ്. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. പണം കൊടുത്ത് വോട്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ എന്റെ കയ്യിൽ പണമില്ല. ഒരു കുടുംബം വളർത്താനുള്ള കഷ്ടപ്പാട് എനിക്കറിയാം. എന്നെപ്പോലെ ആയിരക്കണക്കിന് സഹോദരീ സഹോദരന്മാരുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ വേണ്ടി അസംബ്ലിയിൽ വഴക്കുണ്ടാക്കാനുള്ള തന്റെ എനിക്കുണ്ട്.
വേണ്ടി വന്ന ആളുകളെ വയ്ക്കും. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലുള്ള തട്ടിപ്പോളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ജയിപ്പിക്കണോ തോപ്പിക്കണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടിരിക്കുകയാണ്. ഒന്ന് മാറിയേ. അമ്മേ, മുത്തക്കാക്കുഴി ഗോപാലിന്റെ മക്കൾ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? വരണം. നാട്ടുകാരെ, ഞാൻ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതാ നമ്മുടെ എതിർ പാർട്ടിയായ മുത്തങ്ങാക്കുഴി ഗോപാലന്റെ മക്കളായ ഡോക്ടർ ശിവദാസനും അനുരാധയും ചട്ടിയും തവിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി മുത്തങ്ങാക്കുഴി അനുരാധ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം. വരൂ. നമസ്കാരം. ശ്രീമതി മീനാക്ഷി അമ്മയെ ഈ ഇലക്ഷനിൽ ജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെയും ഒരു അത്യാവശ്യ കാര്യമായി സംഭവിച്ചിരിക്കുന്നു. ശ്രീമതി മീനാക്ഷി അമ്മ. ജനമുന്നേറ്റം നമ്മുടെ പാർട്ടി, ചട്ടിയും തവിയും നമ്മുടെ ചിഹ്നം. ജയ് ജയ്. ഓരോ വോട്ടും ജനമുന്നേറ്റം, ഓരോ വോട്ടും ജനമുന്നേറ്റം. മീനാക്ഷിയമ്മ ജനമുന്നേറ്റം. ഗോപാലേട്ടാ, ഈ വേല എന്നോട് ചെയ്യേണ്ടിരുന്നില്ല കേട്ടോ. എന്താ ശരിയാവട്ടെ? ഞാനിതുപോലെ ഒരുപാട് വേലർക്ക് തെളിഞ്ഞവനാ. താൻ കാര്യം പറ. ഒന്നും മനസ്സിലായില്ലല്ലേ? കാര്യം പറയാ, കാര്യം മനസ്സിലാക്കി വിളിച്ചിരുന്ന ചോദിച്ചോ? ഗോപാലന്റെ പിന്തുണയിൽ ഞാൻ മത്സരിക്കുന്നെന്ന് പറയാം. എന്നിട്ട് എന്റെ എതിർകക്ഷിയെ സഹായിക്കാൻ മക്കളെ അയച്ചു വിടുക. ഇത് എന്നോട് തന്നെ വേണോ? താൻ അസംബന്ധം പറയരുത്. ഞാൻ പണമിറക്കി നിർത്തിയ തന്റെ എതിർകക്ഷി മീനാക്ഷിയെ സഹായിക്കാൻ ഞാൻ എന്റെ മക്കളെ വിട്ടെന്നോ? അതെ. പോലീസിനെ പറ്റി പണി പറയരുത്. വക്കീൽ എന്നോട് സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും, അതിനുള്ള വകുപ്പുണ്ട്. ഗോപി പോടാ. നേരാണോ ശിവരാമൻ പറഞ്ഞത്? എന്റെ മക്കൾ മീനാക്ഷിയെ സഹായിച്ചെന്നു ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടാ വരുന്നത്. ദൈവത്തിനാണ് ശിവരാമ, ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. വരട്ടെ, ഞാൻ എന്റെ മക്കളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എടാ കുഞ്ഞുണ്ണി, സാർ. നീ ഇതൊന്നും കേട്ടില്ലേ? കേട്ടു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ഒരു കണ്ണ് എന്റെ മക്കളുടെ പുറകെ ഉണ്ടാവണോ? ആകെ എനിക്ക് 2 കണ്ണേ ഉള്ളൂ. അത് ഞാൻ എവിടെയെല്ലാം കൊണ്ടുവയ്ക്കും. ഒരു കണ്ണ് ഓട്ട് കമ്പനിയിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് വർക്ക്ഷോപ്പിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് എസ്റ്റേറ്റിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് ശ്മശാനത്തിൽ. ഇപ്പൊ തന്നെ പോയി മക്കൾ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിട്ട് പൂട്ടി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുറന്നു വിട്ടാ മതി. ഓ. ഇവിടെ വാ. ആ. ഈ വേഷത്തിലാണോ പോകുന്നത്? ഓ. യൂണിഫോം ഇട്ടിട്ട് പോയാ മതിയടാ. അയ്യോ. ആ. ഇവിടെ വാ. പിന്നെ നീ തനിച്ചു പോയാ പിള്ളേര് പേടിക്കൂല. ഒരു വണ്ടി പോലീസിനെ കൊണ്ടുപോകും. ഓ. ശിവദാസൊന്ന് വേഗം നടന്ന് നീ ഈ പെണ്ണുങ്ങളായി കളിച്ച കിടക്കാൻ വയ്യ, പിന്നെ ആർക്ക് എടുക്കാൻ വയ്യ? പോലീസുകാരെ ഞാൻ വെറുതെ റണ്ണിങ് എടുത്തത് ഞങ്ങള്. എടാ ഗോപി, നീ ഇവരെ ഒളിച്ചോടാൻ സഹായിക്കുക. അത് ഞങ്ങൾ ഓ, നീയുണ്ടോ കൂട്ടത്തിൽ? സർക്കിളേട്ടാ, ഞാൻ മനസ്സിലായി. സ്നേഹിക്കുന്നു. 307, 547. ഈ പെട്ടി വാങ്ങി ജീപ്പിൽ വയ്ക്കണം. ഇങ്ങോട്ട്. പ്ലീസ് സാർ, പ്ലീസ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നോ, അങ്ങനെ ഒളിച്ചോടി ജീവിക്കണ്ട. ഒന്ന് ചോദിച്ചോട്ടെ, ആരെ പേടിച്ചാണ് നിങ്ങൾ ഒളിച്ചോടുന്നത്? നിങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ? ഒരിറക്ക് നിങ്ങൾ തടുക്കാനാവില്ല. പ്രേമത്തിനോട് കളിക്കുന്നത് ആപത്താണെന്ന് നിവൃത്തി അച്ഛനോട് പറയണം. എന്റെ ജീവിതമോ ആ മനുഷ്യൻ പാഴായി. നിങ്ങളുടെ ജീവിതം അങ്ങനെ നശിപ്പിക്കണ്ട. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടേക്ക് ഒളിച്ചോടി പോകട്ടെ, ചുണയോടെ ഇവിടെ തന്നെ നിൽക്കണം. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അയ്യോ, എന്റെ പൊന്ന് സർക്കിളേട്ടാ. അങ്ങോട്ട് മാറി. നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. എന്നാൽ നിങ്ങൾ 4 പേരും ചേർന്ന് ഒന്നാം തരം ഒരു പാട്ട് പാടി ആഘോഷിക്കണം.